ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോഴിതാ വെനിസ്വേലയ്ക്ക് നേരെ വലിയൊരു വമ്പൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് US സൈന്യം. US പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവനുസരിച്ചാണ് വെനിസ്വേലയ്ക്ക് അടുത്തുള്ള കടലിൽ ഒരു മയക്കുമരുന്ന് കാർട്ടലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലിൽ US സൈനികം ഒരു വലിയ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കപ്പലിൽ മയക്കുമരുന്ന് നിറച്ച് US കൊണ്ടുവരികയായിരുന്നുവെന്നാണ് US അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് US ഈ കപ്പൽ ആക്രമിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വെനിസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള മഡൂറോയെ ഒരു വലിയ കുറ്റവാളിയാക്കി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം മഡൂറോ ഞങ്ങൾ താഴ്ന്നു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. ഇപ്പോഴിത് ആക്രമണത്തിന് ശേഷം ഈ ഓപ്പറേഷനിൽ 3 പേരാണ് കൊല്ലപ്പെട്ടതായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വെനിസ്വേലയിൽ US നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ വെനിസ്വേലയുടെ വലിയ എണ്ണപ്പാടങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധരെല്ലാം സൂചിപ്പിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് 26 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പങ്കിട്ടു. കപ്പലിൽ സ്ഫോടനത്തിൻ്റെയും തീപിടുത്തത്തിൻ്റെയും ദൃശ്യങ്ങൾ കാണാം. എന്നിരുന്നാലും കപ്പലിൽ മയക്കുമരുന്നുണ്ടായിരുന്നതായി യാതൊരുവിധ തെളിവുകളും ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. മയക്കുമരുന്ന് ശൃംഖലകൾക്കും നാർക്കോ തീവ്രവാദികൾക്കുമെതിരായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ട്രംപ് പറഞ്ഞു. എന്നിരുന്നാലും ഈ വിഷയത്തിൽ വെനിസ്വേലയിൽ നിന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ എത്തിയിട്ടില്ല. സെപ്റ്റംബർ 3 വെനിസ്വേലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഒരു കപ്പലിൽ US ആക്രമണം നടത്തി 11 പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നതും ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയും വെനിസ്വേലയും ഇപ്പോൾ സൈനിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരസ്പരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കാർട്ടലുകൾ തടയാൻ 10 യുദ്ധവിമാനങ്ങൾ ഇതിനു പുറമെ ട്രംപ് വിന്യസിച്ചിട്ടുണ്ട്. 7 യുദ്ധക്കപ്പലുകളും ഒരു ആണവ അന്തർവാഹിനിയും ഇപ്പോൾ വെനിസ്വേലയെ വളഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.